ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സിംബാബ്വെക്കെതിരായിട്ടുള്ള രണ്ടാമത്തെ T20 മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം. ഇതോടുകൂടി ശ്രേയസ് അയ്യരുടെ കീഴിലുള്ള ആദ്യത്തെ ഒരു പരമ്പര നേടുക എന്നുള്ള ഒരു ലക്ഷ്യം ഇന്ത്യ നേടിയിരിക്കുന്നു. സിംബാബ്വെക്കെതിരെയാണ്, എന്നാലും കുഴപ്പമില്ല. ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായി വന്നിട്ട് എല്ലാ പരമ്പരയും നഷ്ടമാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ മത്സരത്തോടുകൂടി 2-0 ഇന്ത്യ എന്തായാലും പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺ എന്ന് പറയുന്ന ഒരു വലിയ വിജയ ലക്ഷ്യമാണ് സിംബാബ്വെക്ക് മുന്നിൽ വെച്ചത്. മറുപടി സിംബാബ്വെക്കാണെങ്കിൽ 17.5 ഓവറിൽ 129 റണ്ണിന് റണ്ണെടുക്കാൻ അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 129 റണ്ണിനോട് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി വൈഭവ് സൂര്യവംശി കഴിഞ്ഞ പ്രാവശ്യം 50 റണ്ണടിച്ച വൈഭവ് സൂര്യവംശി 20 റണ്ണും, അതുപോലെ തന്നെ ഇഷാൻ കിഷൻ മികച്ച പ്രകടനം കളിച്ചു 81 റണ്ണാണ് അദ്ദേഹം അടിച്ചത്. അതുപോലെ തന്നെ ശ്രേയസ് 20 റണ്ണും, തിലക് വർമ്മ മികച്ച കളി തന്നെ കൊടുത്തെടുത്തു 60 റണ്ണും. അതുപോലെ തന്നെ സിംബാബ്വെക്ക് വേണ്ടിയിട്ട് ബെന്നറ്റ് മാത്രമാണ് 30 റണ്ണ് അദ്ദേഹം സ്കോർ ചെയ്തത്. പിന്നെ ഏറ്റവും പ്രത്യേകത ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഭിഷേക് ശർമ്മ ബൗൾ കൊണ്ട് തിളങ്ങി 3 വിക്കറ്റാണ് അദ്ദേഹം നേടിയത് എന്നുള്ളതൊരു പുതിയൊരു കാഴ്ചയായിരുന്നു. എന്തായാലും ഇനി ഒരു മത്സരം കൂടെയാണ് സിംബാബ്വെക്കെതിരെ ബാക്കിയുള്ളത്. അപ്പോൾ എന്തായാലും ഒരു മികച്ച വിജയം തന്നെ ഇന്ത്യ നേടി. 90 റണ്ണിൻ്റെ മികച്ചൊരു വിജയമാണ് ഇന്ത്യ നേടിയത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.